നമസ്കാരം. വന്ദേ മാതരം. മണിപ്പൂർ ഇന്ത്യയുടെ ആത്മാവിനേറ്റ മുറിവാണെന്ന കാര്യത്തിൽ ഒരുപക്ഷെ ആർക്കും സംശയം കാണില്ല. ആ മണിപ്പൂരിലേക്ക് ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ യാത്ര വളരെ നന്മ നിറഞ്ഞതാണ്. നിങ്ങളൊരു പക്ഷേ മോദി ഫാനായിരിക്കാം, രാഹുൽ ഗാന്ധി ഫാനായിരിക്കാം, ശശി തരൂർ ഫാനായിരിക്കാം, പിണറായി വിജയൻ ഫാനായിരിക്കാം, അരവിന്ദ് കെജ്രിവാൾ ഫാനായിരിക്കാം, ഇനി ഇതൊന്നും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ ഫാനായിരിക്കാം. പക്ഷേ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ നാട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ശ്രീ രാഹുൽ ഗാന്ധി ചെയ്തത്. അദ്ദേഹം മണിപ്പൂരിലേക്ക് പോവുകയും അവിടുത്തെ ജനങ്ങൾക്ക് ഒരു ഹീലിംഗ് ടച്ച് കൊടുക്കുകയും ചെയ്തു. മണിപ്പൂരിലെ കണക്കുകൾ സ്തോഭജനകമാണ്, പേടിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ മെയ് 2023 തുടങ്ങിയ കലാപത്തിലും ആഭ്യന്തര യുദ്ധത്തിലും 70,000-ലധികം ആൾക്കാരാണ് ഡിസ്പ്ലേസ്ഡ് ആയത്. 200 മുതൽ 400 മുതൽ, ചില കണക്കുകൾ പറയുന്നത് 400-ലധികം, 200 മുതൽ 400 വരെ ആൾക്കാർ കൊല്ലപ്പെട്ടു എന്ന് ചില കണക്കുകൾ പറയുന്നു. 10,000-ഓളം കുട്ടികൾ റിലീഫ് ക്യാമ്പുകളിലാണ്. വ്യത്യസ്ത കണക്കുകൾ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം തന്നെ ഏകദേശം 220 ക്രിസ്ത്യൻ പള്ളികളാണ് തകർത്തത്. ചില ക്രിസ്ത്യൻ ബോഡീസിൻ്റെ കണക്കുകൾ, യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ ഡേറ്റ പറയുന്നത് 500-ലേറെ ക്രിസ്ത്യൻ പള്ളികൾ തകർത്തു. ഏതാനും അമ്പലങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടായി എന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് രണ്ട് വിഭാഗത്തിൻ്റെയോ അല്ലെങ്കിൽ എല്ലാ വിഭാഗത്തിനും ആക്രമണങ്ങൾ ദുരിതം നേരിട്ടൊരു വിഷയമാണ്. അവിടേക്ക് ഒരു ഹീലിംഗ് ടച്ചിൻ്റെ ഭാഗമായി പോകണം. കൂടുതൽ ഡേറ്റയും മറ്റും വെളിയിൽ വരേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ ജനതയെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജനതയാണ് മണിപ്പൂരി ജനത, നമ്മുടെ ഇന്ത്യൻ മെയിൻലാൻഡ് എന്ന് ഇൻ കോട്ട്സിൽ വിളിക്കുന്ന ജനത വേണ്ട രീതിയിൽ നമ്മുടെ നോർത്ത് ഈസ്റ്റിന് ശ്രദ്ധ കൊടുത്തിട്ടില്ല എന്നുള്ളത് ചരിത്രപരമായൊരു സത്യമാണ്. ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഈ യാത്രയ്ക്കും വേണ്ട രീതിയിൽ നമ്മുടെ മലയാള മാധ്യമങ്ങളോ ദേശീയ മാധ്യമങ്ങളോ ശ്രദ്ധ കൊടുത്തിട്ടില്ല. ഇത് പറയുന്നത് ശ്രീ നരേന്ദ്രമോദിക്ക് കുറ്റമുണ്ടെന്നോ രാഹുൽ ഗാന്ധിയുടെ ഒരുപാട് മെച്ചമുണ്ടെന്നോ എന്ന അർത്ഥത്തിലല്ല. ശ്രീ രാഹുൽ ഗാന്ധി ചെയ്തത് നല്ല കാര്യമാണ്. നല്ല കാര്യം ചെയ്താൽ ആരാണെങ്കിലും നല്ലതെന്ന് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയണം. അങ്ങനെയാണ് ഒരു രാജ്യം മുമ്പോട്ട് പോകുന്നത്. അവിടുത്തെ ആദ്യത്തെ കണക്കുകൾ 11,414 FIRകളാണ് ആദ്യം അവിടെ രജിസ്റ്റർ ചെയ്തത്. 5,000-ലധികം പ്രോപ്പർട്ടിയുടെ ഡിസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർക്ക്, 10,000-കണക്കിന് ആൾക്കാർക്ക് അവരുടെ ജീവനും അവരുടെ സമ്പാദ്യവും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ട ഒരു വേദനാജനകമായ സംഭവമാണ്. ശ്രീ രാഹുൽ ഗാന്ധി അവിടേക്ക് നടത്തിയ മുറിവണക്കാനുള്ള യാത്ര വളരെ പോസിറ്റീവാണ്. ഞാൻ ശ്രീ നരേന്ദ്രമോദിയെ വളരെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി ഇന്നേ വരെ മണിപ്പൂരിൽ പോകാത്തത് വിഷമജനകമായ ഒരു കാര്യമാണ്. പ്രധാനമന്ത്രിയുടെ നിലപാട് ശരിയല്ല. അദ്ദേഹം പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഒരു നേതാവ് പോകുന്നതിൻ്റെ ഗുണം? ഒരു വലിയ നേതാവ് വരുമ്പോൾ ജനത തങ്ങൾക്ക് പറയാൻ ആരെങ്കിലും ഉണ്ട് എന്ന് കരുതുന്നു. തങ്ങളുടെ വിഷമം അധികാരത്തിലിരിക്കുന്നവർ, പ്രാധാന്യമുള്ളവർ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കും. അതിന് സൊല്യൂഷൻ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാ വിഭാഗത്തിലെയും എക്സ്ട്രീമിസ്റ്റ് ഹാർട്ട് ലൈൻ എലിമെൻ്റ് കാണും. കുക്കികളിൽ കാണും, മേദികളിൽ കാണും, അവിടുത്തെ ചില നാഗാ ഗ്രൂപ്പ്സിൽ കാണും. അപ്പോൾ അവരെല്ലാം ഒരു പ്രമുഖ ആൾ വരുമ്പോൾ ഒരു കൺസെൻസസിൻ്റെ മാർഗത്തിലേക്ക് പോകാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പോൾ ശ്രീ നരേന്ദ്രമോദി അവിടെ തീർച്ചയായും പോകണം. രാഹുൽ ഗാന്ധി കാണിച്ചത് ഉന്നതമായ മാതൃകയാണ്. അദ്ദേഹം ഇപ്പോൾ ലോകസഭാ പ്രതിപക്ഷ നേതാവ് കൂടെയാണ്. ഈ വിഷയങ്ങൾ റേസ് ചെയ്യാൻ ശ്രീ രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ ധൈര്യവും ഊർജവും അത് പകരും. അദ്ദേഹത്തിൻ്റെ യാത്ര വളരെ ഹൃദ്യമായി തന്നെ തോന്നി, വളരെ പോസിറ്റീവായി തന്നെ അദ്ദേഹത്തിൻ്റെ യാത്ര തോന്നുകയുണ്ടായി. മണിപ്പൂർ എന്ന നമ്മുടെ വേദന, ഈ രാജ്യത്തിൻ്റെ വേദന മാറ്റാനാകണം. സമാധാനവും മതസൗഹാർദ്ദവും സഹവർത്തിത്വവും എല്ലാം വേണം. കുക്കികൾ ഇതിൽ പ്രധാനമായി ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. മെയ്തേയ് എന്ന് പറയുന്നത് പ്രധാനമായി അവിടുത്തെ ആദിമ മതങ്ങളും അല്ലെങ്കിൽ പ്രാചീന മതവും അതിനുശേഷം ഹിന്ദു മതവും ഒക്കെ പിന്തുടരുന്നവരാണ് കൂടുതൽ. അപ്പോൾ ഒരുപാട് സങ്കീർണമായ ലെവൽസ് ഉണ്ട്. മതപരമായ, എന്നാൽ ഗോത്രപരമായ, വംശപരമായ, അവിടുത്തെ പ്രദേശങ്ങളിലേക്കുള്ള റിസോഴ്സസ് ഉള്ള, ഈ കഴിഞ്ഞ തവണ ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന ടാഗിനുള്ള ഒരു കോടതി ഉത്തരവിന് ശേഷമൊക്കെയാണ് പ്രശ്നം സോൾവ് ചെയ്യപ്പെടേണ്ടതാണ്, ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ ഏറ്റവും പ്രധാനം ആ കലാപം പൂർണ്ണമായിട്ട് നിർത്തണം.